അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിലാണ് ചൊവ്വ. അത് നിങ്ങളുടെ ഒരു ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ഷമാശീലം കൈക്കൊള്ളണം. അല്ലെന്നുണ്ടെങ്കിൽ സഹപ്രവർത്തകർ നിങ്ങളുടെ ഒപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സജ്ജമാകാത്തത് കൊണ്ടുണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാവുന്നതാണ്. നൂതനമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളോ വികസിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം അവരവർക്ക് ഇപ്പോൾ ഉള്ള ഒരു സംവിധാനത്തെ ബലപ്പെടുത്താൻ ഉള്ളത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ധനപരമായിട്ട് അനുകൂലമാണ്. പഴയ ചില കുടിശ്ശികകളും മറ്റുമൊക്കെ, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ളത്, കുടുംബസ്വത്ത് മുതലായിട്ടുള്ള ഒക്കെ അതിൻ്റെ രേഖകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറുകയും അഥവാ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയും അനുകൂലമായിട്ട് വരികയും ചെയ്യും. തൊണ്ട സംബന്ധിച്ച്, കഴുത്ത് സംബന്ധിച്ച്, ശിരസ്, അതുപോലെ പേശികൾ, കഴുത്തിലെ പേശികളും ഒക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ, അസ്വസ്ഥതകളുണ്ടാകാം. അങ്ങനെ രോഗങ്ങളുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഉപദേശം അഥവാ നമ്മുടെ അഭിപ്രായം കുടുംബത്തിൽ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇടവക്കൂറിന് ബുധനും വ്യാഴവും 3-ലാണ്. 4-ാം ഭാവത്തിലേക്ക് ശുക്രനും കേതുവും ഉണ്ട്. ഗണപതിയെ ഭജിക്കുക വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ദുർഗാദേവിയെ ഭജിക്കുന്നതും ഗുണകരമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുന്നതാണ്.